അപ്പോൾ നമുക്കറിയാം നാട്ടിലൊരു നാടൻ ചൊല്ലുണ്ട്, നമ്മളെ ചെമ്മീൻ ചെള്ളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ചെമ്മീൻ ചാടിയാൽ ഒന്ന് വലയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സുജിത് ദാസും ഈ അജിത് കുമാറൊക്കെ അഴി എണ്ണുന്നത് വരെയുള്ള ഈ പോരാട്ടം കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനേ സാധിക്കുള്ളൂ. ആ കോടതിയുമായി ബന്ധപ്പെട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അല്ല, വേറെ എന്ത് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അജിത് കുമാറിൻ്റെ കേസിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പോയി, ഹൈക്കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുത്ത ക്ലീൻ ഷീറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിൽ തിരുവനന്തപുരത്ത് കേസുണ്ട്. നമുക്കിത് കേസ് നടത്തിയിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ ഗവൺമെൻറ്റാണ് ഈ ഇറങ്ങിപ്പോകുന്നത്, പ്രത്യേകിച്ചും PWDയിൽ. ഒരു അഴിമതി കേസ് എവിടെയെങ്കിലും ഉണ്ടോ? കൊടുത്ത ഒരു പരാതി അന്വേഷിച്ചിട്ടുണ്ടോ? ഈ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞ 10 കൊല്ലമായി ജനങ്ങൾ ഉയർത്തിയ അഴിമതിയിൽ ഏതെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയോ? എങ്ങനെ കണ്ടെത്തുക? ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. ഇവർ തന്നെയാണ് ഈ പറയുന്ന P ശശിയുടെ കീഴിലുള്ളത്. കേരളത്തിൽ ഒരു നീതിയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടില്ല. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തിയിട്ടുണ്ട്? 34.5 കിലോ സ്വർണം പോയി എന്നത് വസ്തുതയാണ്. 439 ഗ്രാം റിക്കവർ ചെയ്തിട്ടുള്ളൂ. 34 കിലോ സ്വർണം എവിടെയെന്നറിയില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പ്രതിയായപ്പെട്ടവരും മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ അയ്യപ്പൻ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതാണോ എന്ന് സംശയിക്കേണ്ടടുത്തേക്ക് ഈ കേസിനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു ഈ ഗവൺമെൻറ്. ഇതല്ലേ ഇവരുടെ അന്വേഷണ രീതി? അപ്പോൾ പിന്നെ ഞാനതിൽ പറയേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾക്കതിൽ നീതി ലഭ്യമാകാൻ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇദ്ദേഹം നടത്തിയ ഫോൺ കോളുകൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഷെബീറൊക്കെ ഒന്ന് മലപ്പുറത്താണുള്ളത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഈ മുഴുവൻ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് മണിക്കൂറുകൾ നീളുന്ന ഈ കോൾ നിങ്ങളുടെയൊക്കെ മുന്നിലാണ് നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്തത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ആർക്കവൈസിൽ അതുണ്ട്. അപ്പോൾ ആ ഫോൺ കോൾ ഞാൻ ചെയ്തതല്ല, എൻ്റെ ശബ്ദമല്ല എന്ന് ഈ പറയുന്ന സുജിത് ദാസ് പറഞ്ഞതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്ത് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും പച്ചയായി പറ്റിക്കുക എന്നതാണ്. ഇതൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. സുജിത് ദാസും അജിത് കുമാറും മാമി തിരോധാന കേസായാലും ശരി, ഇടവണ്ണയിൽ എൻ്റെ നാട്ടിലെ കൊച്ചു പയ്യന് 25 വയസ്സായ പയ്യനെ ഇവരുടെ മാഫിയ സംഘത്തിൻ്റെ ഭാഗമായി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വെടിവെച്ച് കൊന്ന റിദാൻ ബാസിൽ, ഇതൊക്കെ നാട്ടിലുണ്ട്. ഇതൊന്നും ആരും വിടും എന്ന് വിചാരിക്കണ്ട. നമ്മളൊന്നും ഇതിൻ്റെ പിന്നൊന്നും പോയിട്ടില്ല. നമ്മൾ കൊടുത്ത എവിഡൻസുകളുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എവിഡൻസുകളുണ്ട്. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം തുടരും. ഈ പറയുന്ന അക്രമികളായ ഈ കൊള്ള സംഘത്തെ അഴിക്കുള്ളിലാക്കും.